ഹലോ ഗൈസ്, മറ്റൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാരിയോ. ഗൈസ്, നമ്മൾ കാസർഗോഡ് പോയി വന്നതിന് ശേഷം വണ്ടിക്ക് എന്തൊക്കെയോ ഒരു തകരാറ് പോലെ നമ്മുടെ റൈറ്റ് ഹാൻഡിൽ നല്ല എഫേർട്ട് വരുന്ന പോലെ നമ്മുടെ വണ്ടി ഉണ്ടല്ലോ, അത് റൈറ്റ് സൈഡിലേക്ക് നന്നായിട്ട് ചാഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ കാസർഗോഡ് പോയപ്പോൾ നമ്മുടെ ബാക്ക് ടയർ എടുത്ത് ഫ്രണ്ടിൽ കിട്ടായിരുന്നു. നമ്മൾ ഇനി ഈ ടയർ റീപ്ലേസ് ചെയ്യാൻ പോകും. എന്നിട്ട് ഈ കംപ്ലൈന്റ് മാറുമെന്ന് നോക്കുന്നു. ജസ്റ്റ് നോക്കാം. നമ്മൾ ഈ ടയർ മാറ്റേണ്ടത് പറഞ്ഞാൽ നമ്മുടെ കാളികാവില്ല ഫേമസ് ആയിട്ടുള്ള ഉസ്മാനാക്കാന്റെ ടയറാണ് കേട്ടോ. ഈ കടയുടെ കാര്യം ഞാൻ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും. സിമ്പിൾ ആയിട്ട് പറയാം. ഞാൻ എന്റെ വണ്ടി എടുത്തിട്ട് ഏകദേശം 2 കൊല്ലത്തിന് മേലെ, ഈ 2 വർഷത്തിനുള്ളിൽ തന്നെ എന്റെ വണ്ടിയുടെ ബാക്ക് ടയർ മാത്രം 6 പ്രാവശ്യവും ഫ്രണ്ട് ടയർ 3 പ്രാവശ്യമാണ് മാറ്റിയത്. ഈ ടയർ ലാസ്റ്റ് 2 പ്രാവശ്യം ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ വേറെ വേറെ സ്ഥലത്തു നിന്നാണ് ഞാൻ മാറ്റിയിട്ടുള്ളത്. ഞാൻ കൂടുതൽ ഉപയോഗിച്ചത് MRF-ഉം C8 തന്നെയായിരുന്നു. ഓബിയസ്ലി ആരും ഷോറൂമിൽ ടയർ വാങ്ങാറില്ല. 1900 രൂപ ടയറിനും ഫിറ്റിംഗ് ചാർജ് 100 രൂപയാണ് ഷോറൂമിൽ നിന്ന് വാങ്ങാറ്. അതിനേക്കാൾ വിലക്കുറവിൽ അതേ ബ്രാൻഡ് ടയേഴ്സ് നമ്മുടെ പുറത്തുള്ള ടയർ ഷോപ്പ് പോയി കഴിഞ്ഞാൽ 1400 ടു 1600 രൂപയ്ക്ക് നമുക്ക് കിട്ടും. നമ്മുടെ മാക്കിലോട്ട് നമുക്ക് കിടക്കാം. 2 വർഷം ഓയിൽ ഉപയോഗിച്ചതിന് ശേഷം എന്റെ പോയിന്റ് ഓഫ് വ്യൂ, നിങ്ങളെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ചിന്തിക്കും. ലാസ്റ്റ് 2 പ്രാവശ്യം ഒഴികെ എന്റെ വീടിന്റെ ഏകദേശം 20 to 50 കിലോമീറ്റർ റേഡിയസിന്റെ ഉള്ളിലുള്ള ഷോപ്പിൽ നിന്നാണ് ഞാൻ എന്റെ വണ്ടിയുടെ ടയർ മാറ്റിക്കൊണ്ടിരുന്നത്. ഒരു ചെറിയ പ്രശ്നം വന്നതിന് ശേഷം എന്റെ വീടിന്റെ 1 കിലോമീറ്റർ അപ്പുറത്തിറക്കണം ഉസ്മാനാക്കാന്റെ കടയിൽ തന്നെയാണ് പിന്നെ ഞാൻ ടയർ മാറ്റാറുള്ളൂ. ഇനി ഉസ്മാനാക്കാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഉസ്മാനാക്ക കാളികാവിൽ ഒരുപാട് വർഷമായിട്ട് ടയർ കട നടത്തിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ എന്റെ വീട്ടുകാരായാലും നാട്ടുകാരായാലും മിക്കവാറും എല്ലാവരും അവിടെ തന്നെയാണ് ടയർ മാറ്റാറ്. ലാസ്റ്റ് 2 ടയറും ഇവിടെ തന്നെ മാറ്റി. അതെന്താ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ എന്റെ 20 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ഒരു ഷോറൂം ഉണ്ട് MRF-ന്റെ. ആ ഷോറൂമിൽ പോയിട്ട് ഞാൻ ടയർ മാറ്റി കഴിഞ്ഞ് ഒരാഴ്ച ഒരു 500-600 കിലോമീറ്റർ ഓടിയപ്പോൾ വണ്ടി നന്നായിട്ട് ജെർക്ക് ചെയ്യാൻ തുടങ്ങി. ഈ ജെർക്കിങ്ങിന്റെ കാരണം നോക്കിയപ്പോഴാണ് നമ്മുടെ വണ്ടിയുടെ ടയറിന്റെ അലൈൻമെന്റ് ശരിയല്ല. അതുകൊണ്ടാണ് ഈ ജെർക്ക് ചെയ്യുന്നത് മനസ്സിലായത്. അപ്പൊ ഞാൻ നേരെ MRF-ന്റെ ഷോപ്പിൽ പോയി അവിടുന്ന് ഈ ടയർ മാറ്റി തരാൻ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ഇത് മാറ്റി തരാൻ പറ്റില്ല, ഒരുപാട് ഓടിയതാണ്. അപ്പൊ ഞാൻ ഇൻവോയ്സ് എടുത്ത് കാണിച്ചു കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞു ഇത് സമയമെടുക്കും, തിരിച്ചയച്ചിട്ട് അത് അവിടെ നിന്ന് ഇൻസ്പെക്ട് ചെയ്ത് അതിന് ശേഷം ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. എനിക്ക് ഏകദേശം 2-3 പ്രാവശ്യം അങ്ങോട്ട് പോകേണ്ടി വന്നു ആ ടയർ ഒന്ന് മാറ്റി കിട്ടാൻ മാത്രം. 1600 രൂപയാണ് അന്ന് ആ MRF-ന്റെ ടയറിന് എനിക്ക് വന്നത്. സ്പോർട്ട് മോഡായാലും ഹൈപ്പർ മോഡായാലും കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് C8 ആയാലും MRF ആയാലും ഒട്ടും ലൈഫ് കിട്ടാത്തൊരവസ്ഥ വന്നിരുന്നു. ഒരു 6000 to 7500 കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ ടയർ ലൈഫ് തീരുന്ന ഒരു അവസ്ഥ വന്നു. ഈ ഒരു സമയത്താണ് TVS-ന്റെ ടയർ ഇറങ്ങി തുടങ്ങി. ഞാൻ മിക്കവാറും എല്ലാ ഷോപ്പിലും TVS-ന്റെ ടയർ തപ്പാൻ തുടങ്ങി. പക്ഷെ എവിടെ പോയിട്ടും സാധനം സ്റ്റോക്കില്ല. TVS-ന്റെ ടയറിന് ഏകദേശം 1500 to 1600 രൂപയാണ് വില വന്നത്. അങ്ങനെ ഇരിക്കും എന്റെ വീണ്ടും 1 കിലോമീറ്റർ ഇപ്പുറത്തിറക്കണം ഉസ്മാനാക്കാന്റെ കടയിൽ വന്ന് ഞാൻ ചോദിച്ചത് TVS-ന്റെ ടയറുണ്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ടയറുള്ള കാര്യം മൂപ്പർക്കും അറിയുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു ഈ സാധനം ഇറക്കി കിട്ടാനുള്ള മാർഗമുണ്ട്. അപ്പൊ മൂപ്പര് പറഞ്ഞു തന്നാൽ കമ്പനികൾ സാധനം ഇറക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു 3 ദിവസത്തിനുള്ളിൽ ഞാൻ എത്തിച്ചേരാന്ന് പറഞ്ഞു. വിത്തിൻ 3 ദിവസം കൊണ്ട് തന്നെ സാധനം നമുക്ക് കഴിക്കും. പക്ഷെ ആ സമയത്ത് എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഉസ്മാനോട് ഞാൻ വേറെ കാര്യം ചോദിച്ചു, ഉസ്മാനാക്ക ഈ ടയറിന്റെ അലൈൻമെന്റ് വല്ല കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്. അപ്പൊ ഉസ്മാനാക്ക എന്നോട് പറഞ്ഞു ഈ ടയറിന്റെ മാനുഫാക്ചറിങ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇത് കൊടുന്നു ഞാൻ സ്പോട്ടിൽ മാറ്റി തരാം. നമ്മളെ വീടിന്റെ അടുത്തുള്ള ടയർ ഷോപ്പിൽ നിന്നൊക്കെ ടയർ മാറ്റുമ്പോൾ വലിയൊരു ബെനിഫിറ്റ് ഇതാണ്. ടയറിന് ഇൻ കേസ് എന്തെങ്കിലും മാനുഫാക്ചർ വരികയാണെങ്കിൽ ആ കടയുടെ ഗുഡ് വില്ലിനെ ബാധിക്കുന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഇത്രയും കാലം അവർ ഉണ്ടാക്കിയ ട്രസ്റ്റിനെ ബാധിക്കുന്നുള്ളത് കൊണ്ട് അവര് ആ പ്രശ്നം പെട്ടെന്ന് തന്നെ തീർക്കാൻ നോക്കും. നിങ്ങളെ പ്രശ്നം അവരെ പ്രശ്നമായിട്ട് ഏറ്റെടുത്ത് നിങ്ങൾ ഒരു റെഗുലർ കസ്റ്റമറായിട്ട് മാറ്റും. പിന്നെ നിങ്ങൾക്ക് വേണ്ട ബ്രാൻഡഡ് ടയർ നിങ്ങൾ തപ്പി നടക്കേണ്ട ആവശ്യമില്ല. ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എത്ര പെട്ടെന്ന് എത്തിക്കാൻ പറ്റുമോ അത്ര പെട്ടെന്ന് തന്നെ അവരെത്തിക്കും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ റെഗുലർ കസ്റ്റമർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നന്നായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാം. എങ്ങനെയാണെന്നല്ലേ, നമുക്ക് ഇവിടുത്തെ ഇൻസിഡന്റ് തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. നമുക്ക് ഷോപ്പ് എന്ന് പറഞ്ഞ പ്രൈസാണ് 1500 രൂപയാണ്. മിക്കവാറും ഷോപ്പിലൊക്കെ 1500 രൂപയാണ് വില. അപ്പൊ ഞാൻ ഉസ്മാൻ എടുക്കാനായിട്ട് ചോദിച്ചു, ഉസ്മാനിക്ക സ്ഥിരം എടുക്കുന്നതല്ലേ, നമുക്ക് ഡിസ്കൗണ്ട് ഒന്നുമില്ല. അപ്പൊ പറഞ്ഞു നമുക്ക് 1450 ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും കൂടി കുറയും, ഒരു 1400 നോക്കി. അപ്പൊ നെഗോഷിയേറ്റ് ഞാൻ എങ്ങനെ 1400 ടയർ മാറ്റി 1400 രൂപ കൊടുത്തതിന് ശേഷം 50 രൂപ എനിക്ക് തിരിച്ചു. എന്നിട്ട് പറഞ്ഞു അത് മതി, പണിക്കൂലി വേണ്ട. ടയറിന്റെ മേലെ ഒരു പ്രോഫിറ്റ് മാർജിൻ വെച്ചിട്ട് അതിന്റെ മേലെ പണിക്കൂലി വെച്ചിട്ടാണ് നമുക്ക് ടയർ മാറ്റി തരാം. എനിക്ക് പണിക്കൂലി അവർ ഒഴിവാക്കി തന്നു. ഇവിടെ കസ്റ്റമേഴ്സിന്റെ ഓണറിന്റെ ഇടയിൽ ഒരു മ്യൂച്വൽ ആയിട്ട് ട്രസ്റ്റ് ബിൽഡ് ആവുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട് ഒരു രീതിയിൽ നമ്മൾ റെഗുലർ കസ്റ്റമർ ആയി കഴിഞ്ഞാൽ അവർക്ക് പ്രോഫിറ്റ് ആയിട്ട് തന്നെ പോകും. ചുരുക്കം പറഞ്ഞാൽ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള നല്ല ടയർ ഷോപ്പിൽ തന്നെ ടയർ മാറ്റാൻ നോക്കുക. വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ടയറിന്റെ പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ആ ടയറിന്റെ മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്ന് ഒരു ചെറിയൊരു ഐഡിയ വേണം. അത് അറിയാനായിട്ട് ഗൂഗിളിൽ നോക്കുന്നതിന് മുന്നേ ഗൂഗിൾ മാപ്പിൽ നോക്കുക. ഗൂഗിൾ മാപ്പിൽ പോയിട്ട് ടയർ ഷോപ്പ് നിയർ മീ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ അടുത്തുള്ള ടയർ ഷോപ്പുകളെ കോൺടാക്ട് ഇൻഫോ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അതിലൊരു 3 ഷോപ്പ് വരെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആവറേജ് പ്രൈസ് മനസ്സിലാവും. അതിനുശേഷം മാത്രം
മാത്രം നെഗോഷിയേറ്റ് ചെയ്യും. ഒരു ടയർ മാറ്റാൻ ഇത്ര ഫോർമാലിറ്റീസ് വേണോ എന്ന് ചോദിക്കുന്നവരോടും പറയാനുള്ളത്, വൺസ് നിങ്ങൾക്ക് വിശ്വാസമുള്ളതും അതേമാതിരി ഫെയർ ആയിട്ടുള്ള ഒരാളെ കിട്ടാനാണ് പണി. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ടയർ മാത്രം മാറ്റിയാൽ മതി. ടയർ മാറ്റുമ്പോൾ ടയറിന്റെ മാനുഫാക്ചർ ഡേറ്റ് നോക്കൽ മസ്റ്റ് ആണ് കേട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ആയാലും ടൈമിന്റെ കാര്യത്തിലാണെങ്കിലും എഫേർട്ടിന്റെ കാര്യത്തിലും ബെനിഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക് ഇവിടെ നിർത്താം. വണ്ടിയുടെ ടയർ ആയിരുന്നു, ടയർ ഇട്ടൊന്നും പാളിപ്പോയി, തിരിച്ചിട്ടുണ്ട്, മറിച്ചിട്ടു. ഗൈസ് നമ്മൾ കാസർഗോഡ് പോയപ്പോൾ ഒന്നുകൂടി സേഫായി പോരാൻ ഫ്രണ്ടത്തെ ടയർ ഞാൻ ബാക്കോട്ട് ഇട്ടായിരുന്നു. ഞാൻ അവിടുന്ന് മാറ്റാൻ മറന്നുപോയി. അപ്പം ഞാൻ വീട്ടിലെത്തിയിട്ട് ഞാൻ തന്നെ മാറ്റാമെന്ന് വിചാരിച്ചു. ഗൈസ് നമ്മൾ ടയർ മാറ്റിയിട്ട് കഴിഞ്ഞു. ഇന്ന് നമുക്കിതൊന്ന് ടെസ്റ്റ് റൈഡ് അടിക്കാൻ റോഡിലോട്ട് പോകണം. എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. നമ്മൾ ഡിസ്ക് ഒന്ന് ഇളക്കി നോക്കിയപ്പോൾ ചെറുതായിട്ടൊരു അനക്കം കാണുന്നുണ്ട്. അതിനർത്ഥം മിക്കവാറും വീൽ ബെയറിങ് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷോറൂമിൽ തന്നെ പോകേണ്ടി വരും. എന്തായാലും നമ്മുടെ ടയറുമ്പോൾ തന്നെ ഈ പ്രശ്നം തീരുകയാണെന്നെങ്കിൽ അത്രയും സുഖം. നമുക്കന്നേരം ഓടിച്ചു നോക്കാം. ഗൈസ് പണി പാളിയെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ വണ്ടിയുടെ ബെയറിങ് പോയിട്ടുണ്ട് ഉറപ്പായി. നമ്മുടെ വണ്ടി ടയർ മാറ്റിയിട്ടിട്ടും ഹാൻഡിൽ ഇപ്പോഴും വെട്ടുന്നുണ്ട്. ഗൈസ് പിന്നെ ഒന്നും നോക്കില്ല, നമ്മൾ നേരെ ഷോറൂമിൽ കൊടുത്തു. നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഷോറൂമാണ് നിലമ്പൂരിലുള്ള ഷോറൂം. അവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെ ബെയറിങ് സ്റ്റോക്ക് ഇല്ല. പിന്നെ രണ്ടാമത് വിളിച്ചതാണ് തിരൂർക്കാട് പെരിന്തൽമണ്ണല്ല ഷോറൂമിലാണ്. അവിടെ സാധനം സ്റ്റോക്ക് ഉണ്ട് പറഞ്ഞോ. പിന്നെ നേരെ ഇങ്ങോട്ട് പോകുന്നുണ്ടോ. ഗൈസ് വീൽ ബെയറിംഗ് പോയ കാര്യം എനിക്കറിയായിരുന്നു, പക്ഷേ കോൺസെപ്റ്റ് ബെയറിംഗ് പോയ കാര്യം എനിക്കറിയായിരുന്നു. അതും പോയിട്ടുണ്ട്. അപ്പൊ ഹാപ്പിയായി. ഇവിടെ ബെയറിംഗ് ഉണ്ടല്ലോ, ഇതും പിന്നെ അടിയിലൊരു ബെയറിംഗ് ഉണ്ട്. ഇവിടുത്തെ ബെയറിംഗ് കൂടിയാണ് മാറ്റാൻ പോകുന്നത്. ഗൈസ് ഇതാണ് നമ്മുടെ മേലത്തെ കോൺസെപ്റ്റ് ബെയറിംഗ് കേട്ടോ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? വ്യത്യാസം കളറിൽ മാത്രമല്ല, പഴയതിന്റെ ബോൾസ് മൊത്തം തേഞ്ഞ് തീർന്നെന്നാണ് അവര് പറഞ്ഞത്. നമ്മളിപ്പോൾ കണ്ട ബെയറിംഗ് തേണ്ട ഇവിടുന്ന് എടുത്ത് ഇതേപോലെ തന്നെ സോക്കപ്സിന്റെ ജസ്റ്റ് മേലായിട്ട് ഒരു ബെയറിംഗ് കൂടി ഉണ്ട്. അതും കൂടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ വീൽ ബെയറിംഗ് മാത്രം നോക്കിയാൽ മതി. ഗൈസ് ഇതാണ് രണ്ടാമത്തെ ബോൾസ്. ഇത് നേരെ സോക്കപ്സിന്റെ നേരെ ഇടുന്നത്. ബെയറിംഗ് മാറ്റിയിട്ട് ഗ്രീസ് വെച്ചിട്ട് തിരിച്ച് വണ്ടിയിൽ തന്നെ കയറ്റാട്ടോ. പെട്ടെന്ന് തീരുന്നു കേട്ടോ പരിപാടി. ഇത് നമ്മുടെ വണ്ടിയുടെ പഴയ വീൽ ബെയറിംഗ് ഇടാൻ പോണ വീൽ ബെയറിംഗ് കേട്ടോ. ഗൈസ് വണ്ടി എടുത്തതിന് ശേഷം ആദ്യമായിട്ട് എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം ബ്രേക്ക് പാഡ് ഒഴികെ ഷോറൂമിൽ നിന്ന് വണ്ടിയുടെ ഒരു പാർട്ട് ഞാൻ മാറ്റുന്നതിന് പൈസ കൊടുക്കാൻ പോവാണ്. ഇനി പ്രൈസിന്റെ കാര്യം പറയുകയാണെങ്കിൽ 2 കോൺസെപ്റ്റ് ബെയറിംഗ് മാത്രം മാറ്റിയാൽ നമുക്ക് ഏകദേശം 700 രൂപയാണ് വന്നത്. അതുപോലെ തന്നെ വീൽ ബെയറിംഗ് മാറ്റാനും നമുക്ക് 1000 രൂപയാണ് വന്നത്. ബെയറിംഗും ടയറും നമ്മൾ റീപ്ലേസ് ചെയ്തപ്പോൾ വണ്ടി പക്കാ സ്മൂത്ത് ആയിട്ടോ. എന്റെ ലാസ്റ്റ് ബെയറിംഗ് മാറ്റിയത് ഏകദേശം 1 വർഷം മുന്നായിരുന്നു. അന്നത് അണ്ടർ വാറണ്ടി തന്നെ മാറ്റി കിട്ടും ചെയ്തു. ഇപ്പൊ വാറണ്ടി കഴിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് പേ ചെയ്യേണ്ടി വന്നു. നിങ്ങളോട് ഒരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളൂ, വാറണ്ടി കഴിഞ്ഞ വണ്ടികളിൽ മസ്റ്റ് ആയിട്ടും കെയർ പ്ലസ് എടുക്കാൻ നോക്കാം. അപ്പം നമ്മുടെ ഈ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും നമ്മൾ ഒരുപാട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ടേക്ക് കെയർ, റൈഡ് സേഫ്, സീ ഓൺ ദി നെക്സ്റ്റ് വീഡിയോ. ദിസ് ഈസ് മീ മാരിയോ സൈനിങ് ഓഫ്.